ഗൈസ് ഞാൻ ഇപ്പം ഇന്ന് വന്നേക്കണം എന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞ ഇതിനല്ലായിരുന്നു, അതായത് ഈ വീഡിയോയ്ക്ക് വേണ്ടി അല്ലായിരുന്നു. ഇന്നത്തെ ഈവനിങ് വ്ളോഗ് എടുക്കാമെന്നായിരുന്നു. പക്ഷെ അപ്രതീക്ഷിതമായി ഞങ്ങളുടെ നാട്ടിൽ മഴ പെയ്തപ്പോൾ എൻ്റെ ഈവനിങ് വ്ളോഗൊക്കെ വെള്ളത്തിലായിപ്പോയി. അതാണ് സംഭവിച്ചത്. അപ്പം എൻ്റെ മുതലാളി പറഞ്ഞേ, ഈ വിഷമിക്കണ്ട, നിനക്കൊരു ഐഡിയ ഉണ്ട്, നീ ഒരു മോട്ടിവേഷൻ സ്പീച്ച് അങ്ങ് വായിച്ചാൽ മതിയെന്ന്. അപ്പം ഞാനോടത്ത് അന്ന പിന്നെ അതങ്ങ് വായിച്ചാം, അതൊക്കെ എനിക്കറിയാം. മോട്ടിവേറ്റ് ചെയ്ത് ഓളെ കുടിടിച്ചടിക്കാനും അതൊക്കെ സെറ്റാണ് ഞാൻ. അപ്പം അതിനകത്ത് അങ്ങനെയാണെങ്കിൽ രണ്ട് തള്ളാമെന്ന് പറഞ്ഞാണ് ഞാനീ വന്നിരിക്കണത്. അപ്പം ഗൈസ്, നമ്മുടെ ലൈഫിലെ എല്ലാം അപ്രതീക്ഷിതമായിട്ടായിരിക്കും സംഭവിക്കുന്നത്. ഒന്നും ഒന്നും നമ്മളാ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പറ്റില്ല. അതാണ് ലൈഫ്, അതാണ് ജീവിതം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ അപ്രതീക്ഷിതമായിട്ട് വന്നേനെ നമ്മൾ രണ്ട് കൈനീട്ടി അങ്ങ് സ്വീകരിക്കുക. നല്ലത് മാത്രമാണെങ്കിൽ, അല്ലാത്തതാണെങ്കിൽ ആ കൈ കൊണ്ട് തന്നെ അങ്ങ് ഉന്തി പുറത്തോട്ട് കളയാം. അത് ചെയ്താൽ മതി. ഈ നല്ലത് മാത്രം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മുതലാളിയുടെ ജീവിതത്തിലോട്ട് അങ്ങ് ഇടിച്ചു കയറി എൻ്റെ മുതലാളിയുടെ ജീവിതം ഞാൻ അങ്ങ് മാറ്റിമറിച്ചെന്നാണ് എൻ്റെ മുതലാളി പറയണത്. അപ്പം അതുപോലെ നല്ലത് മാത്രം ചിന്തിക്കാൻ, നല്ലത് മാത്രം വരട്ടെ. വല്ല ചീത്ത എന്തെങ്കിലും നെഗറ്റീവ് ആണെങ്കിൽ എന്തല്ല, ഒന്നും ചെയ്യാനില്ല, ആ രണ്ട് കൈ കൊണ്ട് അങ്ങ് ഉന്തി തള്ളയും വിടാം. അത്രേ ഉള്ളൂ. അവന്മാരെ നമ്മുടെ ജീവിതത്തിലോട്ട് അടുപ്പിക്കുന്ന ആവശ്യമില്ല ഈ നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ് എന്താണെങ്കിലും അങ്ങ് ഇതിപ്പോൾ ഞാൻ തിരിഞ്ഞിരുന്ന് വേണ്ട, അതുപോലെ തിരിഞ്ഞിരിക്കുക വന്നു കഴിഞ്ഞാൽ അത്രയും വിചാരിച്ചാൽ മതി. അപ്പം നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിക്കും. എന്തൊക്കെ വന്നാലും നമ്മ തോറ്റു കൊടുക്കരുത്. നമ്മ ഫൈറ്റ് ചെയ്യണം. ബാഹുബലി ഫൈറ്റ് ചെയ്ത പോലെ നമ്മ അങ്ങ് ഫൈറ്റ് ചെയ്യണം, വിട്ടുകൊടുക്കരുത്. അപ്പം ഇത്രയൊക്കെ ഞാൻ പറയാറായാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. നമ്മ ഓരോരുത്തരും അങ്ങനെയൊക്കെ പറയാറായിട്ടുണ്ടാവും ഗൈസ്. കാരണം നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസേ നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം എല്ലാവരുടെ ജീവിതത്തിൽ വരട്ടെ. ചീത്തയൊക്കെ അങ്ങ് ഓടിപ്പോട്ടെ. ചീത്തയൊക്കെ വരുമ്പോഴത്തേക്കും മൈൻഡ് കണ്ടിരുന്നാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പം ഇതൊക്കെയായിരുന്നു. ഇന്നത്തെ വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയില്ല, ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരും. അപ്പം നാളെ കാണുന്നവരെ ലവ് ആൻഡ് ബൈ ഉമ്മ.